ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് തുണിയൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന കവറുകളുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറേയൊക്കെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കവർ ഇതേപോലെ വലുതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സൈഡ് മുറിച്ചെടുക്കുക, എന്നിട്ട് നീളത്തിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സൈഡ് ഭാഗം വെച്ച് മടക്കിയിട്ട് വേണേലും ഞാൻ ചെയ്യുന്ന കണക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒരു സൈഡ് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകാൻ നേരവും അതേപോലെ മീൻ കണ്ടിക്കാൻ നേരമൊക്കെ നമ്മുടെ ദേഹത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്തൊന്നും ഏപ്രൺ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ നമുക്ക് കഴുകിയെടുക്കാനും വളരെ പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടുകയും ചെയ്യും. മറ്റേതാകുമ്പോഴത്തേനും തുണിയല്ലേ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ നനവൊക്കെ പറ്റും, കരിമ്പുള്ളിയൊക്കെ അടിക്കും. ഇതാകുമ്പോഴത്തേനും നമുക്ക് വളരെ ഈസിയാണ്, പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ആ കഴുത്ത് ഭാഗം വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വെട്ടിക്കൊടുത്തത് ഒരു സൈഡ്. ഇനി നമുക്ക് നമ്മുടെ കൈക്കുഴി ഭാഗമായിട്ട് വരത്തില്ലേ, ആ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളെ കയ്യിൽ കവറുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുന്നതിനും മീൻ കണ്ടിക്കുന്നതിനും അതേപോലെ തന്നെ എന്ത് ജോലി ചെയ്യുന്നതിനും നമുക്ക് ഇതെടുത്തിട്ടാൽ മതി. അപ്പം അത് കഴുത്ത് ഭാഗം കണ്ടോ, അപ്പം നീളത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നീളത്തിലിട്ട് വേണമെങ്കിൽ ഇതേ രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗം കഴുത്ത് ഭാഗമായിട്ട് വരും. ഇനിയിപ്പം നിങ്ങൾക്ക് അത് വലിപ്പം കുറവാണെങ്കിൽ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം, കുറച്ചുകൂടെ വലുതാക്കിയെടുക്കുക ഇതേപോലെ. അപ്പം തുണി നമ്മൾ ഇതേപോലെ വെട്ടുന്ന കണക്കൊന്നും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും വേണ്ട. അതേപോലെ കൈഭാഗവും വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ആ മേളത്തെ വള്ളി ഭാഗം ആദ്യം തന്നെ നമ്മൾ പിടിക്കുന്ന ആ പിടിഭാഗം ഉണ്ടല്ലോ, അതങ്ങ് ആദ്യം ഞാനങ്ങ് മുറിച്ച് കളഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, കാരണം വലിയ കവറായതുകൊണ്ട് നമുക്ക് ഇത്രയും വേണ്ടല്ലോ, ഇറക്കം ഒരുപാട് വേണ്ടല്ലോ. അപ്പോൾ ഇറക്കം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുത്ത് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നിവർത്തി നോക്കാം കണ്ടോ. അപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് വെട്ടിയത്. ഇനി നമുക്ക് ആ താഴ്ഭാഗം ഒന്ന് മുറിച്ച് കളയാം. ഇപ്പോൾ ഒരുപാട് വലിയ കവറായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ദാണ്ടെ ഈ രണ്ട് സൈഡിലും വള്ളി വേണമല്ലോ. അപ്പോൾ ഈ ഭാഗം വേണമെങ്കിലും ഞാൻ പിടിച്ച ഭാഗം വേണമെങ്കിലും കുറച്ചുകൂടെ മുറിച്ച് കളയാം. അപ്പോൾ അതൊരു ഭംഗിക്കുറവാണെങ്കിൽ ആ ഭാഗം കുറച്ച് മുറിച്ച് കളയാം. ഇതിപ്പം ഞാൻ മുറിക്കുന്നത് വള്ളി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. വള്ളി രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചാൽ ഒരുപാടങ്ങ് മുറിഞ്ഞു പോകരുത്. അപ്പം ആ വള്ളി കിട്ടുന്ന ഭാഗം അതില്ലാതാകും. ഇതാകുമ്പോഴത്തേനും ഇങ്ങനെ കണ്ടിച്ചാൽ നമുക്ക് ബാക്കിൽ പിടിച്ച് കെട്ടുകയും ചെയ്യാം. അപ്പോൾ കണ്ടോ, വലിയ കവറായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. തുണി മേടിക്കുന്ന കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് അടുക്കളയിലൊക്കെ നല്ല ഉപകാരമായിരിക്കും. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ജോലി ചെയ്യാനൊക്കെ. അപ്പം വെള്ളമൊന്നും തെറിക്കത്തില്ല ദേഹത്ത്. അപ്പോൾ നമ്മൾ ഏപ്രണൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടി കാണിച്ച വള്ളി കണ്ടോ, ഇത് ഫ്രണ്ട് ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇത് വെച്ച് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബറൊക്കെ ഒരു ടിന്നകത്ത് ഇട്ട് വെക്കുമ്പോൾ നമ്മൾ പൗഡർ കുടഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതല്ലെങ്കിൽ ഇതേപോലെ കട്ട പിടിച്ച് കിടക്കും കണ്ടോ. അപ്പോൾ ഇതേപോലെ കട്ട പിടിച്ചാൽ പിന്നെ നമുക്കത് ഉപയോഗമില്ലാതാകും. അപ്പോൾ നമ്മൾ ഒരു ടിന്നെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ മുകളിൽ പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഒരിക്കലും റബ്ബർ തമ്മിൽ കട്ട പിടിക്കത്തുമില്ല. അപ്പം നമുക്ക് എപ്പോഴും അത് പ്രയോജനപ്പെടുകയും ചെയ്യും. എത്ര നാൾ വേണേലും അങ്ങനെ ഇരുന്നോളും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണക്ക് അത് കട്ട പിടിച്ച് ആകെ ചീത്തയായിപ്പോവും ഉണ്ടോ. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.